സ്നേഹിതർ മാറിയ നേരം, സോദരർ കൈവിട്ട സമയം. സ്നേഹിതർ മാറിയ നേരം, സോദരർ കൈവിട്ട സമയം. തേടി വന്ന നിന്റെ സ്നേഹം വർണ്ണിച്ചിടുവാന സാധ്യം. തേടി വന്ന നിന്റെ സ്നേഹം വർണ്ണിച്ചിടുവാന സാധ്യം. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. പുറംപറമ്പിൽ കിടന്നെന്നെ കോരിയെടുത്തതങ്ങല്ലേ. പുറംപറമ്പിൽ കിടന്നെന്നെ കോരിയെടുത്തതങ്ങല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ആരും തുറക്കാത്ത വാതിൽ, ആരും അറിയാത്ത വഴികൾ. ആരും തുറക്കാത്ത വാതിൽ, ആരും അറിയാത്ത വഴികൾ. യേശുവിൻ ഭുജത്തിൻ കരത്താ എന്നെ പുലർത്തുന്നതല്ലേ. യേശുവിൻ ഭുജത്തിൻ കരത്താ എന്നെ പുലർത്തുന്നതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. ഇതിനൊന്നും യോഗ്യതയില്ലേ, നീ തന്ന ദാനമതല്ലേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ യഥാർത്ഥ സ്നേഹിതൻ ആര് എന്നുള്ളൊരു ചിന്തയാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആത്മാർത്ഥ സ്നേഹിതൻ ആരെന്ന് ചോദിച്ചാൽ നിങ്ങളായി ഉൾക്കൊള്ളുന്നവരും പ്രയാസങ്ങൾ കൂടെ നിൽക്കുന്നവരുമാണ്. അതിൻ്റെ ചില ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. നിരുപാധികമായ സ്നേഹം, നിങ്ങൾ വിജയത്തിലായാലും പരാജയത്തിലായാലും നിങ്ങളെ ഉപേക്ഷിക്കാത്തവർ. രണ്ടാമത് സത്യസന്ധത, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനും നല്ല വഴിക്ക് നയിക്കുവാനും മടിയില്ലാത്തവർ. 3 വിശ്വസ്തത, നിങ്ങളുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരും പരദൂഷണം പറയാത്തവരുമായിരിക്കണം യഥാർത്ഥ സ്നേഹിതൻ. 4 ആശ്വാസം തരുന്നവർ, ഒരു വ്യക്തി മാനസികമായി തളരുമ്പോൾ ആശ്വസിപ്പിക്കുവാനും സഹായിപ്പാനും എപ്പോഴും കൂടെ നിൽക്കുന്നവർ ആണ് യഥാർത്ഥ സ്നേഹിതൻ. കാര്യസാധ്യത്തിനായി മാത്രം കൂടെ നിൽക്കുന്നവർ അല്ല, പ്രത്യേക ഒപ്പം ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ ആത്മാർത്ഥ സ്നേഹിതൻ. യോഹന്നാന്റെ സുവിശേഷം 12:15 ദൈവത്തിൻ്റെ സ്നേഹിതൻ ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല, നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറയുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഇത്ര ഹൃദ്യമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന വിശുദ്ധ ബൈബിൾ മാത്രമാണ്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ല. സ്വന്തം ജീവൻ നൽകി മാതൃക കാണിച്ചത് യേശു ക്രിസ്തു മാത്രമാണ്. സദൃശവാക്യം 17:17 പറഞ്ഞിരിക്കുന്നത്, സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനാകുന്നു. ആത്മാർത്ഥ സ്നേഹിതൻ്റെ പ്രത്യേകത എല്ലാ കാലത്തും സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അനുകൂലമോ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ യഥാർത്ഥ സ്നേഹബന്ധങ്ങളെ സ്വാധീനിക്കുകയില്ല. ലോകം വെറുത്ത് സ്നേഹിക്കുക. യാക്കോബിൻ്റെ ലേഖനം 4:4 പറഞ്ഞിരിക്കുന്നത്, ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നതിനെല്ലാം ദൈവത്തിൻ്റെ ശത്രു ആയിത്തീരുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും ലോകത്തിൻ്റെ സ്നേഹത്തിനായിരിക്കാൻ സാധ്യമല്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്തിന് അനുരൂപരായിത്തീരരുത് എന്നാണ്. അടുത്തതായിട്ട് നോക്കുമ്പോൾ എന്തും നൽകി സ്നേഹിക്കുക. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന പദവിക്ക് യോഗ്യനായി. അബ്രഹാമിന് ദൈവത്തിലുള്ള വിശ്വാസം പ്രകടമായത് വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ യാഗമർപ്പിപ്പാൻ ദൈവം പറഞ്ഞപ്പോൾ അതിന് തയ്യാറായതാണ്.
തിബിരിയാസ് കടൽക്കരയിൽ അത്ഭുതകരമായ മീൻപിടുത്തത്തിന് ശേഷം യേശു പത്രോസിനോട് ചോദിക്കുന്നു, ശിമോനെ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവെന്ന്. ഈ ചോദ്യം യേശു നമ്മോടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ ഉത്തരം എന്താണ്? ഇപ്രകാരം ഒരു കഥ കേട്ടിട്ടുണ്ട്. 3 ആത്മാർത്ഥ സ്നേഹിതന്മാർ ഒന്നിച്ച് ആയിരുന്നു എപ്പോഴും യാത്ര ചെയ്തിരുന്നത്. അതിലൊരുവന് കാലിന് അല്പമായ വൈകല്യം ഉണ്ടായിരുന്നതിനാൽ മറ്റു 2 സ്നേഹിതന്മാരും അവന് വേണ്ട പരിഗണന നൽകിയിരുന്നു, കൂടെ നിന്നിരുന്നു. എന്നിട്ട് എപ്പോഴും സ്നേഹിതന്മാർ 2 പേരും പറയുമായിരുന്നു, നോക്ക്, നിൻ്റെ ഏത് ആവശ്യത്തിലും ഞങ്ങൾ 2 പേര് എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. അത് നമ്മുടെ മരണം വരെ അപ്രകാരമായിരിക്കും. ഒരു ദിവസം അവർ 3 പേരും കൂടെ നടന്ന് പോകുമ്പോൾ എവിടെ നിന്നും ഒരു കരടി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ ഭയവിഹ്വലരായി എന്തു ചെയ്യണമെന്ന് അറിയാതെ വിറച്ചു നിന്നു. എന്നിട്ട് അംഗവൈകല്യമുള്ളവൻ പറഞ്ഞു, സ്നേഹിതന്മാരെ, എനിക്ക് ഓടുവാനോ മരത്തിൽ കയറുവാനോ സാധ്യമല്ല. നിങ്ങൾ ഓടി ഏതെങ്കിലും മരത്തിൽ കയറിക്കൊള്ളുക. എൻ്റെ കാര്യം ദൈവം നോക്കിക്കൊള്ളും. സ്നേഹിതന്മാർ 2 പേരും കരടിയിൽ നിന്ന് രക്ഷ നേടുവാൻ അടുത്തുള്ള മരത്തിൽ ചാടിക്കയറി. ഏത് ആപത്തിലും നിന്നോടൊപ്പം ഉണ്ടെന്ന് വാക്ക് പറഞ്ഞവരാണ്. എന്നാൽ ഈ ആപത്ത് ഘട്ടത്തിൽ അവർ ഓടിക്കളഞ്ഞു. അംഗവൈകല്യം ഉള്ളവൻ നിലത്ത് ശ്വാസം അടക്കി കിടന്നു. കരടി വന്ന് മണത്ത് നോക്കി. അപ്പോൾ ശ്വാസമില്ല എന്ന് കണ്ട് അത് മടങ്ങിപ്പോയി. ദൈവം അവനെ രക്ഷിച്ചു. പ്രിയരെ, ഈ കാലങ്ങളിൽ നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ എന്ന് കരുതിയവർ ഒക്കെ ജീവിതത്തിൻ്റെ ക്ലേശകരമായ സന്ദർഭത്തിലും ആപൽഘട്ടങ്ങളിലും വിട്ടുപോയവർ യഥാർത്ഥ സ്നേഹിതരല്ല. അവരെല്ലാം നിങ്ങളുടെ പക്കലുള്ള സമ്പത്തിൻ്റെ സ്രോതസ്സ് കണ്ട് ചുറ്റിപ്പറ്റി നിന്നവരാണ്. പിന്നെ അവരെ കാണുകയില്ല. ഒരുവൻ്റെ നന്മ കണ്ട് മോഹിക്കുന്നവർ ധാരാളം ആൾക്കാരുണ്ട്. അത് ഭവനത്തിലായാലും സഭയിലായാലും അങ്ങനെ തന്നെ. അതെല്ലാം പ്രകടനങ്ങൾ മാത്രമായിരിക്കും, അതല്ലാതെ ആത്മാർത്ഥ സ്നേഹമല്ല. ഒരു വ്യക്തിയിൽ നിന്നായാലും സഭയിൽ നിന്നായാലും സാമ്പത്തിക ലാഭം കൊയ്യുവാൻ സാധിക്കുമെങ്കിൽ എപ്പോഴും സ്നേഹിതർ കാണും. അതെല്ലാം കപട സ്നേഹിതന്മാരാണ്. നമ്മുടെ സ്നേഹം മറ്റുള്ളവരോട് എങ്ങനെയുള്ളത്? ആത്മാർത്ഥ സ്നേഹമാണോ അതോ കാര്യസാധനത്തിന് വേണ്ടിയുള്ള സ്നേഹമാണോ? സ്നേഹിതന്മാരെ തിരിച്ചറിഞ്ഞ് ഇടപെടുന്നുവെങ്കിൽ പിന്നത്തേതിൽ ദുഃഖിക്കേണ്ടി വരികയില്ല. ആകയാൽ ഈ നാളുകളിൽ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർ അവർ യഥാർത്ഥ സ്നേഹിതരാണോ എന്ന് കണ്ടെത്തി ആ സ്നേഹത്തിൽ മുന്നോട്ട് തുടരുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ യേശുവിൽ പൂർണ്ണ ആശ്രയം വെച്ച് മുന്നോട്ട് പോകാൻ ദൈവമായ കർത്താവ് ഏവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ. തിരുദിന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.